ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 ഇയാൾക്ക് ശരിക്കും തല്ലുകൊണ്ടിട്ടുണ്ടല്ലോ മാഡം. ആരാ ഇയാളെ തല്ലിയത്? ഞാൻ തന്നെയാ സർ. എന്റെ ജീവനക്കാരെ, അതും ഒരു പെൺകുട്ടിയെ തൊടാൻ ശ്രമിച്ച ഞാൻ അതും കണ്ടുകൊണ്ട് കൈയും കെട്ടി നിൽക്കില്ല. സാറിന് വേണമെങ്കിൽ എന്റെ പേരിൽ കേസ് എടുത്തോളൂ. സർ, മാഡം ഇല്ലായിരുന്നെങ്കിൽ അവൻ ഈ കുട്ടിയെ കൊന്നേനെ. ഞങ്ങള് സ്റ്റാഫിനെതിരെ കേസെടുത്തോളൂ. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവനെ തല്ലിയത്, മാഡം അല്ല. മാഡം, ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. മാഡത്തെ കുറിച്ച് അറിയാവുന്ന ആളാണല്ലോ ഞാൻ. മാഡത്തെ പോലെ കുറച്ചു പേർ ഇക്കാലത്ത് ആവശ്യമാണ്. കുട്ടി സ്റ്റേഷനിൽ വന്ന ഒരു പരാതി തരണം. പറ്റില്ല സർ. ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് അയക്കാൻ പറ്റില്ല. മാത്രല്ല, ഇവനെതിരെ കേസ് തരുന്നത് ഞാനാ. എന്റെ ഓഫീസിൽ കയറി വന്ന പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിന്. സാറിന് ഈ കുട്ടിയുടെ മൊഴി എടുക്കണമെങ്കിൽ അതിവിടെ വെച്ചാവാം. അങ്ങനെയാണെങ്കിൽ MD എന്ന പേരിൽ മാഡം ഒരു പരാതി മെയിലിട്ടാൽ മതി. ആവശ്യമെങ്കിൽ ഈ കുട്ടിയുടെ മൊഴി നാളെ നേരിട്ട് വന്നെടുത്തോളാം. ഓക്കെ, താങ്ക് യു സർ. അവനെ പൊക്കിയെടുത്ത് വണ്ടി കേട്ട്. ഇവിടെ ജോലി ചെയ്യുമ്പോഴേ പറഞ്ഞതാ, ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഇവിടെ പറ്റില്ല. സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കും അല്ലേ? എന്താ CP ഇത്? അതെന്താ അങ്ങനെ പറയുന്നേ? പുരുഷൻ തെറ്റ് കാണിച്ചാലും ആരോപണം സ്ത്രീയുടെ നേർക്കാണോ? നമ്മൾ ഒറ്റക്കെട്ടായി ഇവളുടെ കൂടെ നിൽക്കണം. സീന, പേടിക്കണ്ട കേട്ടോ. ഞാനും ഓഫീസ് മുഴുവനും സീനയുടെ കൂടെയുണ്ട്. അങ്ങനെയല്ലേ CP? അതെ മാഡം. എന്നാ CP ചെല്ല്. ശരി മാഡം. ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞല്ലോ. എല്ലാവരും അവരവരുടെ ചെയറിൽ ചെന്ന് ജോലി ചെയ്യൂ. ചെല്ല്. താങ്ക് യു മാം. മാഡം, എന്താ ദേവിക? മാഡത്തിന്റെ സ്റ്റാഫാണെന്ന് പറയുന്നതിൽ ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുന്നു. വലിയൊരു സുരക്ഷിതത്വം തോന്നുന്നു. അന്ന് പറഞ്ഞതുപോലെ ദയവായിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ. നന്നായിട്ട് ജോലി ചെയ്യൂട്ടോ. ചേച്ചി, ഞാൻ തന്നെ ചെന്ന് അന്വേഷിക്കാം. ഞാൻ തേവക്കാട്ടേക്ക് പോവാ. ഞാനും കൂടി വരാം. പ്രഭ ഒറ്റയ്ക്ക് പോണ്ട. അതെ അമ്മേ, ഞാനും കൂടി വരാം. പെങ്ങളെ, ആ, കേറി വരൂ മാഷേ. അമ്മേ, ഇത് ഗിരിയുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന മാഷ്മാരാ. വാ മാഷേ, വാ. എന്താ മാഷേ, ഞങ്ങൾ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാൻ പോവാ. ഗിരീഷ് മാഷ്. ഗിരീഷ് ഞങ്ങളുടെ പരിചയത്തില് ഒരു വീട് വരെ പോയിരിക്കുക. പോയിട്ട് ഇതുവരെ കണ്ടില്ല. ഞങ്ങളൊന്ന് അന്വേഷിക്കാൻ പോവാ. വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മാഷന്മാരോട് ഇരിക്കാൻ പറയാനുള്ള സാഹചര്യം പോലും അല്ല. അല്ല, നിങ്ങളപ്പോ സോഷ്യൽ മീഡിയയിലെ വാർത്തയൊന്നും കണ്ടില്ല? ഞങ്ങളത് കണ്ടിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. എന്താ എന്താ മാഷേ?
ഞങ്ങൾ ഗിരിയെ കാണാത്തതിന്റെ വെപ്രാളത്തിലൊന്നും നോക്കിയില്ല. എന്താണ്? എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഗിരീഷ് മാഷ് ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണെന്ന വാർത്തകൾ. എന്തായി പറയുന്നേ? എന്താ ഗിരീഷ് പോലീസ് കസ്റ്റഡിയിലാണെന്നോ? ഈശ്വര, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ എന്തോ ആപത്ത് പറ്റിയെന്ന്. എന്താ മാഷെ, കാര്യം എന്താണ്? കൊല ചെയ്യപ്പെട്ട പ്രമുഖ നേതാവ് ബലരാമന്റെ ഭാര്യ ചന്ദ്രമതിക്ക് നേരെ പീഡന ശ്രമം. ബലരാമനെ കൊല ചെയ്തതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മരുമകനാണ് പ്രതി ഗിരീഷ്. സ്കൂൾ മാഷായ പ്രതി ഗിരീഷ് പോലീസ് കസ്റ്റഡിയിൽ.